തുടർച്ചയായി ആനകൾ ചരിയുന്ന സാഹചര്യത്തിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് കേരള ഹൈക്കോടതിയിലെ അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് നടപ്പിലായാൽ രാമൻ ഉൾപ്പെടെ കേരളത്തിലെ എണ്ണം പറഞ്ഞ പല കൊമ്പന്മാരും പൂരപ്പറമ്പിൽ നിന്നും എന്നേക്കുമായി അപ്രത്യക്ഷമാകും. പ്രായത്തിന്റെ ആവശ്യതകൾ വകവയ്ക്കാതെ വെട്ടിക്കാട്ട് ചന്ദ്രശേഖരനെ എഴുന്നള്ളിക്കുകയും ആന കുഴഞ്ഞു വീണ് ചരിയുകയും ചെയ്ത സാഹചര്യത്തിലാണ് 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആനകൾക്ക് വിശ്രമ ജീവിതം അനുവദിക്കണമെന്നുള്ള അമിക്കസ് ക്യൂറി റിപ്പോർട്ട് വീണ്ടും ചർച്ചയാവുന്നത്. അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതി രൂപം നൽകിയ വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് നാട്ടാന പരിപാലന ചട്ടത്തിന്റെ കരടിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ ആന എഴുന്നള്ളിപ്പുകൾ പ്രതിസന്ധിയിലാകും. റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. 65 വയസ്സ് കഴിഞ്ഞ നാട്ടാനകളെ ആരോഗ്യമുണ്ടെങ്കിൽ ചെറിയ ജോലികളിൽ ഉപയോഗിക്കാമെന്നത് ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനാൽ ഈ ഇളവ് അനുവദിക്കാതെ പൂർണ്ണമായ വിശ്രമ ജീവിതം അനുവദിക്കണം. ആനകളെ പീഡിപ്പിച്ചാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പിഴ ഈടാക്കണം. 3 പ്രാവശ്യം കുറ്റം ആവർത്തിച്ചാൽ ആനകളെ സർക്കാർ കണ്ടുകെട്ടി ഉടമയിൽ നിന്നും പരിപാലന ചിലവ് ഈടാക്കണം. ആനയെ സംബന്ധിച്ച വിവരങ്ങൾ പ്രത്യേക സോഫ്റ്റ്വെയർ വഴി വർഷം തോറും പ്രസിദ്ധപ്പെടുത്തണം. ഉത്സവങ്ങളിലും ഘോഷയാത്രകളിലും ആനകൾ തമ്മിൽ 5 മീറ്ററും ആനകളും ആളുകളുമായി 10 മീറ്ററും അകലം ഉറപ്പാക്കണം. 2.5 മണിക്കൂറിലധികമോ 62 കിലോമീറ്ററിലധികമോ ഒരു ദിവസം ആനകളെ യാത്ര ചെയ്യിക്കാൻ പാടില്ല. കൃത്യമായ വിശ്രമം ആനകൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ആനകളുടെ പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകുവാൻ സർക്കാർ വെറ്റിനറി ഡോക്ടർക്ക് മാത്രമേ അനുവാദം നൽകാവൂ. വിരമിക്കുന്ന ആനകളുടെ സംരക്ഷണത്തിനായി ഉടമയിൽ നിന്നും പണം സ്വരൂപിച്ച് സഞ്ചയനിധി രൂപീകരിക്കണം. വിരമിച്ച ആനകളുടെ സുരക്ഷിതമായ ജീവിതത്തിന് ഈ തുക ഉപയോഗപ്പെടുത്തണം. ആരോഗ്യമുള്ള കാലത്ത് ആനകളിൽ നിന്നും കോടികൾ ഉണ്ടാക്കുന്ന ഉടമകൾ വാർദ്ധക്യകാലത്ത് ആനകളെ അവഗണിക്കുന്നതും അവശതകൾ വകവയ്ക്കാതെ ജോലികൾ ചെയ്യിക്കുന്നതും കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ കോടതി റിപ്പോർട്ട് പരിഗണിക്കാനാണ് സാധ്യത. കേരളത്തിലെ നാട്ടാനകളിൽ 60% 60 വയസ്സിന് മുകളിലോ 60 വയസ്സിനോട് അടുത്തോ പ്രായമുള്ളവയാണ്. റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പായാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ കേരളത്തിലെ തലയെടുപ്പുള്ള ആനകൾ പൂരപ്പറമ്പിൽ നിന്നും എന്നേക്കുമായി അപ്രത്യക്ഷമാകും. വർഷം തോറും ക്രമാതീതമായി നാട്ടാനകൾ ചരിയുന്ന നമ്മുടെ നാട്ടിൽ പുതിയ ആനകൾ എത്താത്തതിനാൽ തന്നെ ഉത്സവങ്ങളുടെ എഴുന്നള്ളിപ്പുകൾക്ക് ആനകളെ ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. നാട്ടാനകൾക്ക് 65 വയസ്സ് എന്ന വിരമിക്കൽ പ്രായം നടപ്പാക്കിയാൽ ആന കൈമാറ്റ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി പുതിയ ആനകളെ കേരളത്തിലേക്ക് എത്തിക്കുവാനുള്ള നടപടികൾ കൂടി ഉണ്ടാവണം. ഇല്ല എങ്കിൽ കേരളത്തിലെ ആന എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഉത്സവങ്ങൾ ഇല്ലാതാകും. ഇനി ഹൈക്കോടതിയുടെ തീരുമാനം എന്താകുമെന്ന് കണ്ടറിയാം. സൈനിങ് ഓഫ്, ശരത് പ്രകാശ് വ്ലോഗ്സ്.